അംഗനവാടി കുട്ടികൾക്കായി വിതരണം ചെയ്ത അമൃതം പൊടിയുടെ പണം ഗ്രാമപഞ്ചായത്ത് നൽകിയില്ല. ഇടുക്കിയിൽ വനിതാ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. നെടുങ്കണ്ടം സന്യാസിയോടയിൽ പ്രവർത്തിക്കുന്ന സമൃദ്ധി ന്യൂട്രിമിക്സ് ആണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും 10 ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. 6 വനിതകൾ ചേർന്ന് ബാങ്ക് വായ്പയെടുത്ത് ആരംഭിച്ച സംരംഭമാണ് സമൃദ്ധി കുടുംബശ്രീ. അംഗനവാടി കുട്ടികൾക്കായുള്ള അമൃതം പൊടി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഹൈറേഞ്ചിലെ 6 പഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ ഇവർ അമൃതം പൊടി നൽകിയിരുന്നു. എന്നാൽ കോവിഡ് കാലഘട്ടത്തിലടക്കം അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ വിതരണം ചെയ്ത ഉൽപ്പന്നങ്ങളുടെ പണം ഇവർക്ക് ലഭിച്ചില്ല. ഇതോടെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ പോലും പണമില്ലാതാവുകയും ചെയ്തു. സ്വർണം പണയം വെച്ചും കടം വാങ്ങിയും അസംസ്കൃത വസ്തുക്കൾ വാങ്ങി കുറച്ചു കാലം കൂടി സ്ഥാപനം തുറന്നു. നിലവിൽ വിവിധയിടങ്ങളിൽ പലിശയടക്കം 17 ലക്ഷത്തോളം രൂപയുടെ കടക്കണിയിലാണ് ഈ വനിതകൾ. നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും ഇവർ പറയുന്നു. അത് ഞങ്ങൾ പണയം വെച്ച കടം മേടിച്ച 4 രൂപ പലിശയ്ക്ക് വരെ ഞങ്ങൾ പലിശയ്ക്ക് പൈസ എടുത്താണ് ഞങ്ങൾ സാധനം വാങ്ങിക്കുന്നത്. അത് അതിൻ്റെ ഇനത്തിൽ ഒരു 17 ലക്ഷം രൂപ 18 ലക്ഷം രൂപ നമുക്കിപ്പം കടയിൽ കൊടുക്കാനുണ്ട്, സാധനം എടുക്കുന്നതിൻ്റെ വകയിൽ തന്നെ. പക്ഷെ ഞങ്ങളിപ്പം കടത്തിലാണ് നമ്മൾ പോകുന്നത്. സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ട്. എല്ലാവരും സ്വർണ്ണം ഞങ്ങൾ പണയം വെച്ചാണ് മറ്റുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ പോറ്റി പുലർത്തിയത്. കൊറോണ കാലത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നപ്പോൾ പോലും ഞങ്ങൾ അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. എന്നിട്ടും ഞങ്ങൾ ചെന്നിട്ട് എവിടെ ഏത് വാതിലും മുട്ടാലും ഞങ്ങൾക്കൊരു നീതി കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു നീതി കിട്ടണം. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നും ഇത് ഈ ഫണ്ട് എവിടുന്ന് തരുന്നുവെന്നും ഞങ്ങൾക്കറിയണം. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ ക്യാഷ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. കിട്ടിയേ മതിയാകുള്ളൂ. പണം ആവശ്യപ്പെട്ടെത്തിയപ്പോൾ കോടതിയെ സമീപിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചത്. ഞങ്ങൾ ഇവിടെ ഒരു വക്കീലിനെ കാണാൻ പോയിരുന്നു. വക്കീൽ പറഞ്ഞ് ഹൈക്കോടതി പോകാനാണ് പറഞ്ഞേക്കുന്നത്. ഹൈക്കോടതി പോയാൽ ഭയങ്കരമായിട്ട് പൈസ ചെലവ് വരും. ഞങ്ങൾക്ക് അതിനുള്ള നിർവാഹമില്ല. അതെന്ന് ചോദിച്ചാൽ ഇപ്പം കടത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ശമ്പളമായിട്ട് 1 വർഷം മിച്ചമായി പൈസ എടുത്തിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈക്കോടതി പോകാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല. അതേസമയം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ ICDS ഉൽപ്പന്നങ്ങൾ വാങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. സർക്കാർ തീരുമാനമുണ്ടെങ്കിൽ പണം കൈമാറാനാകുമെന്നും പഞ്ചായത്ത് അറിയിച്ചു. നമുക്കിനി അത് ആ തുക നൽകുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും തടസ്സമല്ല. പക്ഷേ ആ തുക ഇപ്പോൾ സാങ്കേതിക അനുമതി വാങ്ങാതെ നടത്തിയ ഒരു പ്രവർത്തനത്തിന് വേണ്ടി തുക നൽകുന്നതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരെ നിലനിൽക്കുന്നതാണ്. അതിന് ഗവൺമെൻറ് തലത്തിലൊരു തീരുമാനമുണ്ടാകുന്ന മുറയ്ക്ക് അവരുടെ പൈസ ഈ 18 ലക്ഷം രൂപയുടെ ബാധ്യത കൊടുക്കുന്നതിന് ഭരണസമിതി ഇപ്പോൾ തയ്യാറാണ്. 2 പതിറ്റാണ്ടുകാലം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ സംരംഭത്തിനാണ് നിലവിൽ പൂട്ടുവീഴാൻ പോകുന്നത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിനൊപ്പം ഈ സംരംഭകരുടെ ജീവിതവും വഴിമുട്ടും. ജനം, ഇടുക്കി.